വിവിധ സ്കീമുകളിലായി 5 സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന 55 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും അതുപോലെ തന്നെ സർക്കാർ സഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ സ്വീകരിക്കുന്ന 5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും 2025 വർഷത്തിലെ ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലും ഈ വർഷം മുതൽ പെൻഷൻ പുനഃക്രമീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും തനത് പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതിനും അതുപോലെ ഈ സാമ്പത്തിക വർഷം തന്നെ കുടിശ്ശിക പെൻഷൻ പൂർണ്ണമായും വിതരണം ചെയ്യുന്നതിനും വേണ്ടിയുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ 2025 വർഷത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരുന്നു. ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കും. ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും തന്നെ പെൻഷൻ തുക എത്തിയിട്ടുണ്ട്. ജനുവരി മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം 1600 രൂപ കൂടി ചേർത്ത്, അതായത് ഒരു കുടിശ്ശിക പെൻഷനും കൂടി ചേർത്ത് 3200 രൂപയായിരുന്നു 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിച്ചിരുന്നത്. ഒരുവിധം എല്ലാ ആളുകൾക്കും പെൻഷൻ തുക എത്തിയിട്ടുണ്ട്. ഇനി ചില ആളുകൾക്ക് പെൻഷൻ എത്തിയിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞു. ചില ആളുകൾ മസ്റ്ററിങ് ചെയ്യാത്തതിൻ്റെയോ അതുപോലെ തന്നെ നിങ്ങളുടെ സാക്ഷ്യപത്രങ്ങളുടെ സമർപ്പിക്കാത്തതിൻ്റെയോ ഒക്കെ കാരണം കൊണ്ട് ചില ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നുണ്ട്. പെൻഷൻ മുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പിലും ഉണ്ടായ തിരിച്ചടി മറികടക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ ഒരുങ്ങുകയാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഘട്ടം ഘട്ടമായി 2600 രൂപ വരെ വർദ്ധിപ്പിക്കുമെന്ന് പ്രകടനാ പത്രികയിൽ വാക്ക് നൽകിയിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. പെൻഷൻ നിരവധിയായി മുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് പ്രധാന കാരണമായി. അതുപോലെ തന്നെ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബജറ്റിൽ അത് പരിഹാരമുണ്ടാവുമെന്നും രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ തുകയിൽ വർധനവ് കൊണ്ടുവരുന്നത്.